നേരത്തെ ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ പോക്കറ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. ഇന്ന് അതുകൊണ്ട് പോക്കറ്റ് വെക്കുന്ന വീഡിയോ ആണ്. വൺ സൈഡ് മാത്രമാണ് പോക്കറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോഴും റൈറ്റ് സൈഡ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും അതായിരിക്കും വശം. പോക്കറ്റിന് വേണ്ടിയുള്ള പീസ് ഞാൻ എപ്പോഴും കട്ട് ചെയ്തെടുക്കാറ് മെയിൻ പാർട്ട് വെട്ടി മാറ്റുന്നതിന്റെ കൈക്കുഴിയുടെ ഭാഗമാണ്. മെറ്റീരിയൽ വേസ്റ്റ് ആക്കാതെ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഞാൻ എപ്പോഴും പോക്കറ്റ് വെക്കുന്നത് കുറച്ച് ഇറക്കിയാണ് വെക്കാറ്. എത്രത്തോളം പോക്കറ്റ് ഇറക്കണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അതനുസരിച്ച് അളവ് മാർക്ക് ചെയ്യേണ്ടത്. പോക്കറ്റ് മാർക്ക് ചെയ്തതിന് മുമ്പ് ആം ഹോളിന്റെ പോർഷൻ കറക്റ്റായിട്ട് പിൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷൻ മാർക്ക് ചെയ്യുമ്പോൾ കീറി ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം കറക്റ്റായിട്ട് നിവർത്തിയിട്ട മെറ്റീരിയലിന്റെ സൈഡിൽ എവിടെയാണോ പോക്കറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു 6 ഇഞ്ച് ലെങ്തിൽ മാർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും ഹിപ്പ് പോർഷന്റെ തൊട്ടു മുകളിൽ നിന്നാണ് താഴേക്ക് മാർക്ക് ചെയ്യാറ്. ക്ലോത്തിന്റെ നല്ല വശത്ത് വേണം അളവ് മാർക്ക് ചെയ്യാൻ. പോക്കറ്റിന്റെ ലെങ്ത് അടയാളപ്പെടുത്തിയതിനു ശേഷം ഡ്രസ്സിന്റെ തയ്യൽ തുമ്പ് രണ്ട് സൈഡിലും ഒരു ബോക്സ് പോലെ വരയ്ക്കണം. ഞാൻ ഇവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. ഇനി ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് പോക്കറ്റിന്റെ പോർഷൻ പിൻ ചെയ്യണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ആർച്ച് ഷേപ്പിലുള്ള ഭാഗം താഴെയുമായിരിക്കണം. മെയിൻ ക്ലോത്തിന്റെ നല്ല വശവും പോക്കറ്റിന്റെ നല്ല വശവും ചേർത്തും വെച്ചിരിക്കണം. എന്നിട്ട് പോക്കറ്റിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ആദ്യം വരച്ച ബോക്സിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് കയറ്റി വെച്ച് വേണം പിൻ ചെയ്യാൻ. പിൻ ചെയ്ത ഭാഗത്തുകൂടി ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അത് മറിച്ച് പതിപ്പിച്ചൊരടി കൂടി കൊടുക്കണം. പോക്കറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. രണ്ട് സൈഡിലെ പോക്കറ്റിന്റെ പോർഷൻ തയ്ച്ചു കഴിഞ്ഞ് കറക്റ്റായി ചേർത്ത് വെക്കുക. ഇനി ഡ്രസ്സിന്റെ ഷേപ്പ് മാർക്ക് ചെയ്യണം. ഞാനിവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് പോക്കറ്റ് തയ്ച്ച തയ്യലിന്റെ അവിടെ വരെ മാർക്ക് ചെയ്യുക. എവിടെ വെച്ചാണോ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് അവിടെ സൂചി കുത്തി നിർത്തി കറക്റ്റ് പോക്കറ്റിന്റെ ഷേപ്പിൽ അടിച്ചെടുക്കണം. ആദ്യം ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം മാത്രം തയ്ക്കുക. പിൻ കൂടി ചെയ്താൽ പെർഫെക്റ്റായി മുകളിലെ പോലെ താഴെയും സ്റ്റിച്ച് കറക്റ്റായി വരും. ഇത് കണ്ടിന്യൂ ചെയ്ത് പോക്കറ്റ് അറ്റാച്ച് ചെയ്ത എൻഡ് പോർഷനിൽ വന്ന് മുകളിലത്തേതുപോലെ തന്നെ കുത്തി നിർത്തി താഴേക്ക് ഷേപ്പിൽ തയ്ച്ച് പോരാം. എക്സസൈസ് നിൽക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. ഇതൊരു ചെറിയ പോക്കറ്റാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പോക്കറ്റിന്റെ നീളവും വീതിയും മാറ്റാം. ബട്ട് സ്റ്റിച്ചിങ് രീതി എപ്പോഴും സെയിം തന്നെയായിരിക്കും.